എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ, ഇപ്പം ഇത് രണ്ടും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ഇവയെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടുമെന്ന് നാം പഠിച്ചു അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തു. അതായത് ഒന്നാം കൃതിയിലുള്ള രണ്ട് പോളിനോമിയലുകളെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം കൃതിയിലുള്ള ഒരു പോളിനോമിയൽ കിട്ടും അല്ലേ. ഇതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് തിരിച്ച് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ. അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എങ്ങനെ നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം എന്നതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവ തമ്മിൽ ഗുണിക്കുന്നത് എങ്ങനെയാണ് പഠിച്ചു. അങ്ങനെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടുമെന്ന് പറയും. ഇനി നാം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എങ്ങനെ നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. മനസ്സിലായില്ലേ? ഇപ്പൊ നോക്കിയാൽ ഇപ്പോൾ ഇതിന് നമുക്ക് x² + 7x + 10 അല്ലേ. അപ്പം ഇങ്ങനെ തന്നാൽ ഈ ഒരു പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് തിരിച്ച് എങ്ങനെ നമുക്ക് ഇപ്പോൾ x+2 × x+5 അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഒന്നാം കൃതിയിലുള്ള പോളിനോമിയലുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം എന്നാണ് നാം പഠിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്കറിയാം, നോക്കിയേ, ഇപ്പോൾ 5 × 2 അല്ലേ, 5 × 2 10 ആണ് അല്ലേ. ഇനി നമുക്ക് നേരെ തിരിച്ചെഴുതിക്കൂടെ? അതായത് 10നെ നമുക്ക് എന്താക്കി എഴുതാം? രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം അല്ലേ. അതായത് 5 × 2 എന്നും എഴുതാം അല്ലേ. അപ്പോൾ 10നെ നമുക്ക് രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ നാം ഈ 5നെയും 2നെയും എന്താ പറയുക? 10ന്റെ ഘടകങ്ങൾ എന്ന് പറയും അല്ലേ, ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നാം എന്ത് ചെയ്യുന്നു? രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുടെ പ്രൊഡക്റ്റ് ആയിട്ട്, അതായത് ഗുണനഫലമായി നാം എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ് ഇത് രണ്ടും എന്ന് പറയാം. എങ്ങനെയാണ് ഇങ്ങനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എഴുതാം എന്നതാണ് നാം ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് x² + 5x + 6. ഓക്കെ, ഇത് നമുക്കറിയാം, ഇതൊരു സെക്കൻഡ് ഡിഗ്രി അല്ലേ. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ 2 ആണ് അല്ലേ. അപ്പോൾ 2 ആണ്, അതുകൊണ്ട് ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇതിനെ നാം ഇതുപോലെ എഴുതാൻ പോകുന്നു. അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പോകുന്നു. എങ്ങനെയാണ് എഴുതുക? ഇവിടെ നോക്കിയേ, നമുക്കറിയാം x² + a + b × x + a × b. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? x + a × x + b അല്ലേ. അതായത് രണ്ട് ഒന്നാകൃതി പോളിനോമിയൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? ഇതേ രൂപത്തിലേക്ക് മാറ്റണം അല്ലെ. x + a × x + b ആ രൂപത്തിൽ, അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി നമുക്ക് എഴുതണം. അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? x അല്ലെ, x തന്നെ. ഇനി ഇവിടെ aയും അറിയണം, നമുക്ക് bയും അറിയണം. a എന്താണെന്ന് അറിയണം, b എന്താണെന്ന് അറിയണം അല്ലെ. അത്രയേ ഉള്ളൂ വിഷയം. ഇവിടെ നോക്കിയേ, x² + a + b × x. അപ്പൊ ഇവിടെ a + b × x ആ സ്ഥാനത്ത് ഏതാണ് കിടക്കുന്നത്? 5x അല്ലെ. 5x ആണ് ഇവിടെ a + b × x സ്ഥാനത്ത് കിടക്കുന്നത്. a × b ആ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്? 6 കിടക്കുന്നു അല്ലെ. അതായത് a + b സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്? 5 അല്ലെ. ഇനി x തന്നെ. അപ്പൊ a + b എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി a b എന്ന് പറഞ്ഞാലോ 6 ആണ് അല്ലെ. ഇത്രയുള്ള കാര്യം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇവിടെ നോക്കിയാൽ എ ബി എന്ന് പറഞ്ഞത് എത്രയാണ്? എയും ബിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടണം. എയും ബിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 5 കിട്ടണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ട് സംഖ്യകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നോക്കിയാൽ എയും ബിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടണം. അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടണം. ഏതൊക്കെയാണ് സംഖ്യകൾ? 1 × 6 അല്ലെ. 1 × 6 6 ആണ്. പിന്നെ നമുക്കറിയാം 2 × 3 6 ആണ് അല്ലെ. ഓക്കെ, ഇനി ഇതിൽ എയും ബിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടണം. ഏതാണ് സംഖ്യ? തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 5 എപ്പോഴാണ് നമുക്ക് കിട്ടുക? 2ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എയും ബിയും കിട്ടി. ഇത്രയുള്ള വിഷയം. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇത് എ ആണെങ്കിൽ ഇത് ബി. അപ്പൊ ഉടനടി എഴുതാം x + 2 × x + 3. കണ്ടില്ലേ? ഇത്രയുള്ള വിഷയം. ഇനി നമുക്ക് ഇവിടെ നോക്കിയേ, x² + 5x പകരം -5x ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആയിരുന്നു. +6.
ഇങ്ങനെയാണ് ഇതായിരുന്നു പോളിനോമിയൽ. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് ഇതുപോലെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കറിയാം എ ബി അല്ലെ, എ ബിയുടെ സ്ഥാനത്ത് 6 ആണ് കിടക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് എ ബി 6 തന്നെ. ഓക്കെ, ഇനി എ പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്? -5 അല്ലെ. അപ്പൊ -5 ആണ് എ പ്ലസ് ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി എന്ത് വേണം? എയും ബിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 6 കിട്ടണം അല്ലെ. അപ്പൊ എയും ബിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടണം. നമുക്കറിയാം 1 × 6 2 × 3 ആണ്. പക്ഷേ എയും ബിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കിട്ടണം. അതായത് ഇവിടെ എന്താണ് വിഷയം? ഇവിടെ നമുക്കറിയാം രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ രണ്ട് സംഖ്യകളും പോസിറ്റീവ് ആയിരിക്കണം, അതല്ലെങ്കിൽ രണ്ട് സംഖ്യകളും നെഗറ്റീവ് ആയിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഗുണിക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുള്ളൂ അല്ലെ. അപ്പോൾ ഇവിടെ നെഗറ്റീവ്, രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പായി എന്തായിരിക്കണം? ഈ രണ്ട് സംഖ്യകളും എയും ബിയും നെഗറ്റീവ് ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ എയും ബിയും നെഗറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് എയും ബിയും തമ്മിൽ കൂട്ടുമ്പോൾ നെഗറ്റീവ് കിട്ടുള്ളൂ. മാത്രമല്ല അവ തമ്മിൽ ഗുണിക്കുമ്പോൾ പോസിറ്റീവ് കിട്ടണം അല്ലെ. അപ്പൊ എയും ബിയും ഉറപ്പായിട്ട് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഒരു പണി ചെയ്യാം, ഇതിൽ നെഗറ്റീവ് ചിഹ്നം കൊടുത്തു നോക്കാം അല്ലെ. അപ്പൊ ഇതിന് നെഗറ്റീവ്, ഇത് ഒന്നുകിൽ -6 -1 -6 ആയിരിക്കും, അല്ലെങ്കിൽ -2 -3 ആയിരിക്കും അല്ലെ. അപ്പൊ നോക്കി കഴിഞ്ഞാൽ കൂട്ടിക്കഴിയുമ്പോൾ -5 കിട്ടും. അപ്പൊ ഏത് കൂട്ടുമ്പോഴാണ് നമുക്ക് -5 കിട്ടുക? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് -7 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് -5 കിട്ടി. അപ്പോൾ ഏതൊക്കെയാണ് സംഖ്യകൾ? -2ഉം -3ഉം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? x - 2 ഇൻറ്റു x - 3. ഇനി ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇതാണെന്ന് വിചാരിക്കുക. x² + 5x - 6 ഇങ്ങനെയായി ഇതായിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇതിനെ എങ്ങനെ നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം? ഇവിടെ നോക്കിയാൽ ഗുണിക്കുമ്പോൾ അല്ലെ, a × b ഗുണിക്കുമ്പോൾ എന്ത് കിട്ടണം? -6 കിട്ടണം. അപ്പൊ a × b എത്രയാണ്? -6 അല്ലെ. പിന്നെയോ എയും ബിയും തമ്മിൽ എയും ബിയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 5 കിട്ടണം. മനസ്സിലായല്ലോ? അപ്പൊ എയും ബിയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 5 കിട്ടണം. അപ്പൊ നമുക്കറിയാം രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഒരു സംഖ്യ നെഗറ്റീവും ഒരു സംഖ്യ പോസിറ്റീവ് ആവണം അല്ലെ. ഉറപ്പാണല്ലോ, ഒരു സംഖ്യ നെഗറ്റീവും ഒരു സംഖ്യ പോസിറ്റീവ് ആവണം. അപ്പൊ നമുക്കറിയാം 6 കിട്ടണമെങ്കിൽ നോക്കിയാൽ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ ഇതുപോലെ 1 × 6 6 ആണ് അല്ലെ, 2 × 3 6 ആണ്. ഇനി ഗുണിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഒരെണ്ണം, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഉടനടി ഇങ്ങോട്ട് നോക്കാം, അടിയിലേക്ക് നോക്കാം. ഇവിടെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ് കിട്ടുന്നത് അല്ലേ അല്ലേ. അപ്പൊ രണ്ട് സംഖ്യകൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആവണമെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെന്തായി? ഇവിടെ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ്, അതായത് വലിയ സംഖ്യ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വലിയ സംഖ്യ പോസിറ്റീവ്. ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ വലിയ സംഖ്യ നെഗറ്റീവ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആയിരിക്കും, അതിൽ വലിയ സംഖ്യ പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് നെഗറ്റീവ് കൊടുത്തു, ഇത് പോസിറ്റീവ് കൊടുത്തു അല്ലെ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ നെഗറ്റീവ് കൊടുക്കുക, ഇത് പോസിറ്റീവ് കൊടുക്കാം. ഇപ്പൊ എന്ത് കിട്ടും? ഇപ്പൊ നമുക്ക് -1 +6 അല്ലെ. ഇപ്പൊ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് -6 കിട്ടി. ഇനി ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോഴോ -1ന്റെ കൂടെ +6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം +5 അല്ലെ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, അപ്പൊ +5. അപ്പൊ ഏതാണ് സംഖ്യകൾ? -1ഉം +6. മനസ്സിലായില്ലേ? ഇനി ഇതാണെങ്കിലോ, ഇത് -2 +3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1 ആണ് കിട്ടുക അല്ലെ. അപ്പൊ സംഖ്യകൾ ഏതാ? -1ഉം +6ഉം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? x - 1 ഇൻറ്റു x + 6. ഇനി ഇതിന് ഓർഡർ മാറ്റിയാലും കുഴപ്പമില്ല. x + 6 ആദ്യം എഴുതാം, x - 1 എഴുതാം, എങ്ങനെയാണെങ്കിലും എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കിട്ടി x - 1 ഇൻറ്റു x + 6. ഇനി ഇവിടെ നമുക്ക് x² - 5x - 6 ഇങ്ങനെയാണെങ്കിലോ എന്തായിരിക്കും? എങ്ങനെ എഴുതേണ്ടി വരും? ഇവിടെ നോക്കിയാൽ രണ്ട് സംഖ്യകൾ അല്ലെ, എയും ബിയും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് -6 കിട്ടണം. അത് a × b, എ ബി എന്ന് പറഞ്ഞാൽ -6. പിന്നെയോ എയും ബിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെ, a + b എത്രയാണ്? -5. അപ്പൊ a + b = -5. ഇവിടെ നോക്കിയേ, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടണം അല്ലേ. അപ്പൊ നമുക്കറിയാം 1 × 6 ആണ്, പിന്നെ 2 × 3 ആണ്. ഓക്കെ, ഇനി രണ്ടും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടണം
അപ്പോൾ നമുക്കറിയാം എന്തായിരിക്കും, ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും അല്ലേ, ഒന്നുകിൽ 1 അല്ലെങ്കിൽ 6, ഇതാണെങ്കിൽ 2 3 അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കണം. ഇനി ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണ്. ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് വലിയ സംഖ്യ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ നേരത്തെ ചെയ്തത് എന്താണ്, ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടി അല്ലേ, അതുകൊണ്ട് വലിയ സംഖ്യ പോസിറ്റീവ്. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് വലിയ സംഖ്യക്ക് നെഗറ്റീവ് കൊടുക്കാം. അപ്പോൾ ഇവിടെ വലിയ സംഖ്യ ഇതാണ്, ഇതിന് നെഗറ്റീവ് കൊടുത്തു. ഇപ്പോൾ നോക്കിയാൽ 1 × -6 ഇവ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5. കണ്ട ഉത്തരം കിട്ടിയാലോ, കിട്ടി. ഇനി ഇതിന് കൊടുക്കുകയാണെങ്കിലോ ഈ വലിയ സംഖ്യക്ക് നമ്മൾ നെഗറ്റീവ് കൊടുത്താൽ എന്ത് വരും, 2 × -3 -6 കിട്ടി. പക്ഷേ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും, -1 കിട്ടുക അല്ലേ. അപ്പോൾ ഇത് ശരിയാവില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x + 1 × x - 6. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 195 ഒരു 3-4 ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. നോക്കിയാൽ x² + x - 6 ഇതിനെന്ത് ചെയ്യണം, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എഴുതാൻ നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ, ഇനി അതനുസരിച്ച് എഴുതാലോ. ഇവിടെ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ നോക്കിയാൽ x² + a + b × x + a × b അല്ലേ. ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അത് നമുക്ക് x + a × x + b എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ x² എന്ന് പറഞ്ഞാൽ x² അല്ലേ. ഇനി നോക്കിയാൽ a + b × x, അവിടെ a + b അതിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്, x എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1x എന്നാണ് അർത്ഥം അല്ലെ, 1x. അപ്പൊ a + b സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്, 1 അല്ലെ. 1 ആണ് ഇവിടെ a + b സ്ഥാനത്ത് കിടക്കുന്നത് × x. അപ്പൊ x തന്നെ. പിന്നെയോ +a × b, a × b. അപ്പൊ a b സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, -6 അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ a b വാല്യൂ എത്രയാണ്, ab = -6 അല്ലെ. ഇനി a + b 1. അപ്പൊ a + b 1. അപ്പൊ നമുക്കറിയാം 6 അല്ലെ. രണ്ട് സംഖ്യ തമ്മിൽ ഗുണിച്ചാൽ 6 കിട്ടണമെങ്കിൽ ഏതൊക്കെയാണ്, 1 × 6 പിന്നെ 2 × 3 അല്ലെ. അപ്പൊ 1 × 6 ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും, 2 × 3 ഗുണിച്ചാലും നമുക്ക് 6 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചിഹ്നങ്ങൾ നോക്കാം. എയും ബിയും ഇവർ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടണമെങ്കിൽ നമുക്കറിയാം അതിൽ ഒരു സംഖ്യ എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം അല്ലേ. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഒരു സംഖ്യ നെഗറ്റീവും ഒരു സംഖ്യ പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അത് ഉറപ്പായി അല്ലേ. ഇനി ഉടനടി ഇങ്ങോട്ട് നോക്കാം. ഇവ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം പോസിറ്റീവ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കൂട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, വലിയ സംഖ്യ പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. അപ്പൊ രണ്ട് സംഖ്യയിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കണം. അതിൽ വലിയ സംഖ്യ, അതായത് കൂട്ടുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടി, അതുകൊണ്ട് വലിയ സംഖ്യ പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. അപ്പൊ വലിയ സംഖ്യ പോസിറ്റീവും ചെറിയ സംഖ്യ നെഗറ്റീവും. വലിയ സംഖ്യക്ക് പോസിറ്റീവ്, ചെറിയ സംഖ്യ നെഗറ്റീവ് അല്ലെ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം, വലിയ സംഖ്യ പോസിറ്റീവും ചെറിയ സംഖ്യ നെഗറ്റീവും അല്ലേ. ഇപ്പൊ നോക്കിയാൽ -1 × 6 -6 കിട്ടി, -2 × 3 -6 കിട്ടി. ഓക്കെ, ഇനി a + b 1 കിട്ടുക എപ്പോഴാണെന്ന് നോക്കിയാൽ, രണ്ടും കൂടി കൂട്ടുമ്പോൾ 1 എപ്പോഴാണ് കിട്ടുക, ഇത് രണ്ടും ആഡ് ചെയ്തുമ്പോൾ എത്ര കിട്ടുക, 5 ആണ് കിട്ടുക അല്ലേ. 5 കിട്ടും. ഇത് തമ്മിൽ ആഡ് ചെയ്താലോ 1 ആണ് കിട്ടുക അല്ലേ. -2 കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ 3ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടി, +1 അല്ലേ. അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരം, -2. a -2 ആണെങ്കിൽ b എത്രയായിരിക്കും, +3. അപ്പൊ നമുക്ക് x² + x - 6 ഇതിനെങ്ങനെ എഴുതാം, x - 2 × x + 3. മനസ്സിലാവുന്നില്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, x² - x - 6. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ അല്ലെ a × b ന്റെ സ്ഥാനത്ത് എന്താ എടുക്കുന്നത്, -6 അല്ലെ. അപ്പൊ ab = -6. ഇനി a + b ന്റെ സ്ഥാനത്ത് എന്താ എടുക്കുന്നത്, -1 അല്ലെ. ഇവിടെ 1 ഉണ്ട്, അപ്പൊ -1. a + b = -1. ഓക്കെ, ഇനി രണ്ട് സംഖ്യയിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടണം. ഏതൊക്കെയാണ്, 1 × 6 2 × 3. ഇനി ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടണം അല്ലെ. അതായത് ഒരു സംഖ്യ എന്തായിരിക്കും, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു സംഖ്യ നെഗറ്റീവും ഒരു സംഖ്യ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, പക്ഷെ കൂട്ടുമ്പോൾ എന്താണ്, നെഗറ്റീവ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്,
വലിയ സംഖ്യ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ വലിയ സംഖ്യ നെഗറ്റീവും ചെറിയ സംഖ്യ പോസിറ്റീവും. അപ്പോൾ വലിയ സംഖ്യ ഇവിടെ 6 നെഗറ്റീവ് കൊടുത്തു, വലിയ സംഖ്യ പോസിറ്റീവ് അല്ലേ. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ 1 ഇൻറ്റു -6 ഇവ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരും? -5 വരെ അല്ലേ. അപ്പോൾ ഇതല്ല. ഇനി നമുക്ക് ഈ വലിയ സംഖ്യക്ക് കൊടുത്തു നോക്കിയാൽ നെഗറ്റീവ് അല്ലേ, ഇത് നെഗറ്റീവ് കൊടുത്തു, ഇത് പോസിറ്റീവ്. ഇപ്പോൾ നോക്കിയാൽ 2 ഇൻറ്റു -3 -6 ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴോ 2ഉം -3ഉം ആഡ് ചെയ്യുമ്പോൾ -1 അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് സംഖ്യകൾ? 2ഉം -3ഉം. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? x + 2 ഇൻറ്റു x - 3. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തെ നോക്കിയാൽ എന്താണ്? x² + 7x + 6. ഓക്കെ. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ നോക്കിയാൽ a ഇൻറ്റു ബി അല്ലേ, അവസാനത്തെ ഫസ്റ്റ് a ഇൻറ്റു ബി എടുക്കാം. a ഇൻറ്റു ബി എത്രയാണ്? 6. അപ്പോൾ AB = 6. ഓക്കെ. ഇനിയോ a + b എത്രയാണ്? 7 അല്ലേ, പോസിറ്റീവ് 7. അപ്പോൾ a + b = 7. അപ്പോൾ രണ്ട് സംഖ്യ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 6. നമുക്കറിയാം 1 ഇൻറ്റു 6 2 ഇൻറ്റു 3 അല്ലേ. ഇതാണ് നമുക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടുക. ഇനി രണ്ടും കൂടി ആഡ് കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലേ. അപ്പോൾ അതായത് ഇവിടെ നെഗറ്റീവിൻ്റെ വിഷയമേ വരുന്നില്ല. നെഗറ്റീവ് നമ്മൾ ചിന്തിക്കേ വേണ്ട. കാരണം എന്താ, ഗുണിക്കുമ്പോഴും പോസിറ്റീവ്, കൂട്ടുമ്പോഴും പോസിറ്റീവ് അല്ലേ. അപ്പോൾ നോക്കിയാൽ AB 6, 1 ഇൻറ്റു 6 6. ഇനി ഇത് 1ഉം 6ഉം ആഡ് ചെയ്താലോ 7 കിട്ടി അല്ലേ. അപ്പോൾ ഏതാണ്? ഇത് തന്നെ അല്ലേ, 1ഉം 6ഉം. അപ്പോൾ നമുക്ക് എഴുതാം x + 1 ഇൻറ്റു x + 6. ഇനി നാലാമത്തെ നോക്കിയാൽ x² - 7x + 6. ഓക്കെ. ഇവിടെ എന്താണ്? AB അല്ലെ. ABക്ക് ഏതാ എടുക്കുന്നത്? 6. അപ്പൊ AB = 6. ഇനി a + b നെഗറ്റീവ് 7 കണ്ട, a + b -7 = -7. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം സംഖ്യകൾ ഏതൊക്കെ വരാം? 1 ഇൻറ്റു 6 അല്ലെ, ഗുണിക്കുമ്പോൾ 6 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 6ഉം 2 ഇൻറ്റു 3. ഇതാണ് നമ്മുടെ സംഖ്യകൾ. ഇനി ചിഹ്നം ശ്രദ്ധിക്കാം. ഇവിടെ പോസിറ്റീവ്, പക്ഷെ ഇവിടെ കൂട്ടുമ്പോൾ അത് നെഗറ്റീവാണ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? നമുക്കറിയാം രണ്ട് സംഖ്യ നേരത്തെ ചെയ്തിരുന്നു അല്ലേ. രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. പക്ഷെ ഇവിടെ കൂട്ടുമ്പോൾ എന്താണ്? കൂട്ടുമ്പോൾ പോസിറ്റീവ് അല്ല, ഇവിടെ നെഗറ്റീവാണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് സംഖ്യകൾ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം അല്ലേ. രണ്ട് സംഖ്യ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഒന്നുകിൽ -1 -6, അല്ലെങ്കിൽ -2 -3 അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഗുണിക്കുമ്പോൾ 6ഉം കൂട്ടുമ്പോൾ നെഗറ്റീവും കിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ഇത് ഏതായിരിക്കും സംഖ്യ? ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 6 കിട്ടി, പോസിറ്റീവ് 6 കിട്ടി. പക്ഷേ ആഡ് ചെയ്യുമ്പോഴോ -1 -6ഉം -7 അല്ലേ. ഓക്കെ ആണ്. പക്ഷെ ഇവ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? -5 കിട്ടുക അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എന്ത് എഴുതാം നമുക്ക്? = x - 1 ഇൻറ്റു x - 6. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. പക്ഷെ എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതാണ്. x² + 27x + 180. അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇതുപോലെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാമെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് നമുക്ക് കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അതായത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ AB എത്രയാണ്? AB നമുക്ക് 180 180 കിട്ടണം. a + b എത്ര കിട്ടണം? 27 കിട്ടണം അല്ലേ. ഇത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷേ ഇത് നോക്കിയാൽ വലിയ സംഖ്യകളാണ്. അതുകൊണ്ട് രണ്ട് സംഖ്യ ഗുണിക്കുമ്പോഴും 180 കിട്ടണം, അവ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 കിട്ടണം. കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലെയും 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടൊന്ന് എഴുതാം.